കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ഡൽഹി മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി BJPയിലേക്ക്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തിയ അംഗത്വം സ്വീകരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, കോൺഗ്രസിലെ ഡൽഹി PCC അധ്യക്ഷൻ പോയതിന് പിന്നാലെ മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി BJPയിലേക്ക് പോകുന്നു. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തുവാണ്? കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാണ്ട് 25 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. ഹർദീപ് സിംഗ് പുരിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. അരവിന്ദർ സിംഗ് ലവ്ലിക്കൊപ്പം തന്നെ മുൻ MLA മാരായ നീരജ് ബസോയ, അതോടൊപ്പം തന്നെ നസീബ് സിംഗ്, രാജ്കുമാർ ചൗഹാൻ എന്നിവരും ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 28-നാണ് അരവിന്ദർ സിംഗ് ലവ്ലി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. എന്നാൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാലും താൻ പാർട്ടിയിൽ തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല BJPയിലേക്ക് പോകില്ല എന്ന് ലവ്ലി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ലവ്ലി BJPയിൽ ചേർന്നിരിക്കുകയാണ്. ലവ്ലി നേരത്തെ 2017-ലും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. 7 മാസത്തിന് ശേഷം പിന്നീട് ലവ്ലി കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ലവ്ലി ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യമാണ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ കാരണമായത്. മാത്രമല്ല ദീപക് ബബരിയുമായുള്ള സംഘടനാ പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഈ പാർട്ടി വിടാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നവും ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ ഒരു പ്രശ്നമാണ് അരവിന്ദർ സിംഗ് ലവ്ലി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഒരു പക്ഷേ ഈസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ലവ്ലിയെ നിർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അത് വ്യക്തമാകും. എന്തായാലും അരവിന്ദർ സിംഗ് ലവ്ലി ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPക്ക് വലിയ നേട്ടമാണ്. കോൺഗ്രസ് കനത്ത തിരിച്ചടി. അരവിന്ദർ സിംഗ് നേരത്തെ 3 മുൻ MLA-മാരും BJPയിലേക്ക് എത്തുകയാണ്. ഈ അരവിന്ദർ സിംഗ് ലവ്ലി നേരത്തെ തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഘട്ടത്തിൽ തന്നെ ഈ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായുള്ള ബന്ധം എന്നത് തന്നെയാണോ യഥാർത്ഥത്തിൽ ലവ്ലിയുടെ രാജിക്കുള്ള കാരണം? കോൺഗ്രസ് നേതൃത്വം ഇതിനെ എങ്ങനെ കാണുന്നു? ഇതൊരു ഷോക്കാണല്ലോ. ഇപ്പോൾ നമുക്ക് അരവിന്ദർ സിംഗ് ലവ്ലി തത്സമയം മാധ്യമങ്ങളെ കാണുകയാണ്. ഡൽഹി മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജിക്ക് ശേഷം BJPയിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ലവ്ലി അത് തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ അരവിന്ദർ സിംഗ് ലവ്ലി BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. ഇപ്പോൾ അരവിന്ദർ സിംഗ് ലവ്ലി മാധ്യമങ്ങളെ കാണും. നിതിൻ, ഈ BJPയിലേക്കുള്ള വരവ് ഒട്ടും അപ്രതീക്ഷിതമായിരിക്കില്ലല്ലോ. അപ്പോൾ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്നത് ഒരു കാരണമാക്കിക്കൊണ്ട് BJPയിലേക്ക് കടക്കുകയായിരുന്നു അരവിന്ദർ സിംഗ് ലവ്ലി. അങ്ങനെ വേണോ നമ്മൾ കരുതാൻ? നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം BJPയുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അരവിന്ദർ സിംഗ് ലവ്ലി ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി രാജിവെക്കാൻ കാരണമായത്. കാരണം ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകൾക്കും അതോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായ നേതാവാണ് അരവിന്ദർ സിംഗ് ലവ്ലി. പെട്ടെന്നൊരാൾ ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി സഖ്യം ചൂണ്ടിക്കാട്ടി പാർട്ടി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അന്നേ ചില ഈ BJP പ്രവേശനം സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ അരവിന്ദർ സിംഗ് ലവ്ലി ഇത് പൂർണ്ണമായും നിഷേധിച്ചു. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ നീരജ് ബസോയ, അതോടൊപ്പം തന്നെ അരവിന്ദർ സിംഗ് ലവ്ലി, കൂടാതെ നസീബ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ ഡൽഹിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ആം ആദ്മി പാർട്ടിയുടെ ഉദയമാണ്. അത്തരത്തിൽ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി കോൺഗ്രസിനെ ആക്രമിച്ച ഒരു പാർട്ടിയുമായുള്ള സഖ്യം അത് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഒരു മുന്നറിയിപ്പെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. BJPയിലേക്കാണ് ഈ നേതാക്കളെല്ലാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ BJP ഈ ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് ലവ്ലി നേരത്തെയും BJPയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിന്റെ പേരിൽ പാർട്ടി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ 3 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം മുൻ PCC അധ്യക്ഷനാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. ഇത് ഏത് നിലയിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നത് സ്വാഭാവികമായിട്ടും ജൂൺ ആദ്യവാരം നമുക്ക് വ്യക്തമാകും. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ച് BJPയിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി നൽകിക്കൊണ്ട് ഡൽഹി മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി നേരത്തെ രാജിവെച്ചതാണ്. BJPയിലേക്ക് പോകുന്നു. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തിയ അംഗത്വം സ്വീകരിച്ചു. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.